ഓക്കെ, അപ്പം ഒരു ചെറിയ ക്വിക്ക് ഗെറ്റ് റെഡി വിത്ത് മീ കാണാം. അപ്പം ഞാൻ ആദ്യം ഇവിടെ യൂസ് ചെയ്യുന്ന പ്ലമ്മിൻ്റെ മോയ്സ്ചറൈസറാണ്. ഞാൻ ലിപ്പ് ഓയിൽ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മുടെ മോയ്സ്ചറൈസറാണ്. ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് ഡെർമാക്കോണിൻ്റെ ഒരു മോയ്സ്ചറൈസറാണ്. മുന്നേ ഞാൻ ഒരു യൂസ് ചെയ്തുകൊണ്ടിരുന്നത് UV ആക്നെ എന്നുള്ള സൺസ്ക്രീനാണ്. ഓക്കെ, അപ്പോൾ അധികം ആർഭാടങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ബ്ലഷ് യൂസ് ചെയ്യുന്നുണ്ട്. ഇത് ഷീഗ്ലാമിൻ്റെ ബ്ലഷാണ്, സ്കാർലറ്റ് സൺസെറ്റ് ആണ് ഷെയ്ഡിൻ്റെ പേര്. ഇതിൻ്റെ ടെക്സ്ചർ ഈസ് വെരി സ്മൂത്ത്. ഇപ്പോൾ ഞാൻ കണ്ണെഴുതുക വെച്ചാൽ ഇവിടെ ഒരു വിങ് കിട്ടും, അത്രേ ഉള്ളൂ. സോ നെക്സ്റ്റ് ഞാൻ ലിപ്സ്റ്റിക്ക്. പുറത്ത് മഴ പെയ്യുന്നുണ്ട്. നല്ലൊരു ഷെയ്ഡാണ് കേട്ടോ. ഒരു ലൈറ്റ് ലുക്കൊക്കെയാണ് വേണ്ടവർക്ക് ഇത് മാത്രം യൂസ് ചെയ്താൽ മതി. ഒരു നാച്ചുറൽ ആയിട്ടുള്ളൊരു പിങ്ക് ഷെയ്ഡ് കിട്ടും കേട്ടോ. ഈ ഷെയ്ഡ് നല്ലതാണ്. ലിപ്പി 10 ലിപ്പി. മുടി ഞാനൊന്നും ചെയ്യുന്നില്ല, സ്റ്റൈച്ചിടുകയാണ് ചെയ്യുന്നത്. മുടി നല്ലോണം കൊഴിയുന്നുണ്ട് ഗൈസ്. വെറുതെ നിൽക്കുമ്പോൾ തന്നെ തലേന്ന് ഒരു 100 സ്ട്രാൻഡ്സോ ഇങ്ങനെ കൊഴിയുന്നുണ്ട്. അത് സ്ഥലം മാറിയതിൻ്റെ കുഴപ്പമാണോ എന്തോ അറിയില്ല. നല്ല കൊഴിച്ചലുണ്ട് മുടി. പിന്നെ ഞാനത് മൈൻഡ് ചെയ്യാറില്ല. കൊഴിയുന്നിടത്തോളം കൊഴിയട്ടെ എന്ന രീതിയിൽ നിൽക്കും. പക്ഷെ ഞാൻ അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇനി തലയിൽ മുടിയൊന്നും ഉണ്ടാവില്ല. കുഴപ്പമില്ല, എന്ത് ചെയ്യാൻ പറ്റും. സോ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക്, സപ്പോർട്ട്, ഷെയർ. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവർക്കും